ഒരു രാജ്യത്തെ പാർലമെന്റ് പാസ്സാക്കിയ ഞെട്ടിപ്പിക്കുന്ന ഒരു നിയമത്തെക്കുറിച്ചാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. അതായത് ആ രാജ്യത്തെ പാർലമെന്റിൽ ഇപ്പോൾ ഒരു ഡ്രാഫ്റ്റ് നിയമം പാസ്സായി പെൺകുട്ടികളുടെ വിവാഹപ്രായം 9 വയസ്സായിട്ട് കുറയ്ക്കാനാണ് അതിലൊരു നിർദ്ദേശം എന്ന് പറയുന്നത്. നമ്മൾ ആലോചിക്കണം, നമ്മൾ ഇന്ത്യയിൽ ഇപ്പോൾ വിവാഹപ്രായം പെൺകുട്ടികൾക്ക് 18 വയസ്സാണ്. അത് പക്ഷേ 21 വയസ്സായിട്ട് ഉയർത്താൻ പോയാണ്. അതിനു വേണ്ടിയിട്ട് ഇന്ത്യൻ പാർലമെന്റിൽ ഒരു നിയമം ലോക്സഭയിൽ പാസ്സായിട്ടുണ്ട്. രാജ്യസഭയിലും കൂടെ പാസ്സായാൽ പെൺകുട്ടികളുടെ വിവാഹപ്രായം 21 വയസ്സായിട്ട് കൂടും. ലോകത്തിലെ മറ്റ് രാജ്യങ്ങളുടെ സ്ഥിതിവിശേഷം നമുക്ക് നോക്കാം. ഇപ്പോൾ ഡെവലപ്ഡ് നേഷൻസിലേക്ക് പോയാണെങ്കിൽ ജപ്പാനിലെ വിവാഹപ്രായം 18 വയസ്സാണ് പെൺകുട്ടികൾക്ക്, ജർമ്മനിയിൽ 18 വയസ്സാണ്, ബ്രസീലിൽ 18 വയസ്സാണ്, ഫ്രാൻസിൽ 18 വയസ്സാണ്, ഇറ്റലിയിൽ 18 വയസ്സാണ്. ഇനി അമേരിക്കയിലാണെന്നുണ്ടെങ്കിൽ ഓരോ സ്റ്റേറ്റിലും ഓരോരോ നിയമമാണ്, അതിന് ഡിപ്പെൻഡ് ചെയ്ത് മാറിക്കൊണ്ടിരിക്കും വിവാഹപ്രായം. പക്ഷേ മിക്ക സ്റ്റേറ്റുകളിലും മിനിമം 18 വയസ്സുണ്ട്. അപ്പോഴാണ് ഇങ്ങനെ ഒരു തീരുമാനം. ഈ 9 വയസ്സിൽ പെൺകുട്ടികൾ ശാരീരികമായോ മാനസികമായിട്ടോ മെച്ചറാവും നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അവർ തീരെ കുട്ടികളായിരിക്കും. ശൈശവ വിവാഹം പോലും 14 വയസ്സിന് താഴെയുള്ള വിവാഹത്തിന് ശൈശവ വിവാഹം എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും ക്രൂരമാണ് ഈ 9 വയസ്സിലുള്ള വിവാഹം എന്ന് പറയുന്നത്. ഇതിനെതിരെ വളരെ ശക്തമായിട്ടുള്ള പ്രൊട്ടസ്റ്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ നിയമം മാറ്റാൻ സാധ്യതയുണ്ടെന്നും ഞാൻ ഇന്നലെ വായിച്ചിരുന്നു. ഇറാഖിൽ അപ്പം നമ്മൾ ഓർത്തു പോകുന്ന സദാം ഹുസൈൻ ഭരണകാലഘട്ടമാണ്. സദാം ഹുസൈൻ ഭയങ്കര ക്രൂരനായ ഭരണാധികാരി എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ എല്ലാവരുടെ വേട്ടയാടി പിടിച്ച് തൂക്കിക്കൊന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിലെ ബാഗ്ദാദ്, ഇറാഖിന്റെ ക്യാപിറ്റലൊക്കെ എങ്ങനെയായിരുന്നു എന്ന് അറിയണമെങ്കിൽ ഗൂഗിളിൽ ഇമേജസ് എടുത്തൊന്ന് നോക്കുക, ഗൂഗിൾ ഇമേജസ്. അപ്പൊ നമുക്ക് മനസ്സിലാവും എത്ര മോഡേൺ ഒരു രാജ്യമായിരുന്നു. ഇത്രത്തോളം അധപ്പതിച്ച അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിന് ശേഷം മനസ്സിലാവും.